ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ജനനായകൻ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ അല്ലെങ്കിൽ ഒരു ആക്ടർ, ഇപ്പം എന്താ പറയുക, കായികത്തിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് ഉണ്ട്. അവർ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവർ ഇത്ര ഏജ് ആകുമ്പോഴത്തേക്ക് അവർ റിട്ടയർ ആവുന്നുണ്ട്. ഇപ്പം മെസ്സി റിട്ടയർ ആവും. അതേപോലെ ധോണി, സച്ചിൻ, അങ്ങനെയുള്ള ഒരു റിട്ടയർമെൻ്റ് ഉണ്ട് അവർക്ക്. പക്ഷേ എന്നാൽ നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ആക്ടേഴ്സ് നിർത്തിപ്പോവുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഫെയർവെല്ലായിട്ട് അവസരത്തിന് മൂവി ഇറക്കുക, അങ്ങനത്തേക്ക് ഒരു സംഭവം. അത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ടർ അദ്ദേഹത്തിൻ്റെ കരിയറിന് ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് അതെല്ലാം വിട്ട് അവസാനം ഒരു ഫെയർവെൽ മൂവിയാക്കി ആയിട്ട് പോകുന്നു. നമ്മൾ ആ ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ എല്ലാ സിനിമകളും പോയി കാണാറുണ്ട്. തിയേറ്ററിൽ തന്നെ FDFS പോയി കാണാറുണ്ട്. FDFS കണ്ടില്ലെങ്കിൽ അടുത്ത ഷോ 10 മണിയുടെ അല്ലെങ്കിൽ 9 ഏതാണോ ആ ഷോ അത് പോയി കാണാറുണ്ട്. അത് കണ്ടിട്ടേ ഉള്ളൂ. അത് കൊച്ചുനാൾ മുതലേ എല്ലാ പടം കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ TV കണ്ട് വളർന്നതായാലും പുള്ളിയുടെ എല്ലാ സിനിമകളും, ഇപ്പോൾ ഗില്ലി ആണെങ്കിലും പോക്കി ആണെങ്കിലും, അതേപോലെ പിന്നെ ഓരോ സിനിമകൾ വന്ന് തുപ്പാക്കി, തെറി, ഭൈരവ, അങ്ങനെ പുള്ളി അത് ഇനി എങ്ങനത്തെ പടമാണെങ്കിലും, ഇനി അതെന്താ ഫ്ലോപ്പാണെങ്കിലും ആവറേജ് ആണെങ്കിലും ഇനി ഇൻഡസ്ട്രി ഹിറ്റ് ആണെങ്കിൽ പോലും അതെല്ലാം തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യും. വർഷത്തിൽ ഒരുപാട് പടമൊന്നുമില്ല, ഒരൊറ്റ പടമേ ഉള്ളൂ. ആ ഒറ്റ പടം നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ എൻജോയ് ചെയ്യും. അത് ഇനി അടുത്ത വർഷം മുതൽ ഇല്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. നമ്മൾ ഈ പടം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിലെല്ലാം ആ ഒരു സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനൊരു വിജയ് മൂവി, നമുക്കറിയാം ഈ പടം ഒരുപാട് നാളായിട്ട് പെട്ടിരിക്കുന്നൊരു സംഭവം. 7 മാസത്തോളം പോയി, ജനുവരിയിൽ ഇറക്കാതിരുന്നതാണ്. എന്തുകൊണ്ടാണ് അത് ഇറക്കാഞ്ഞത് എന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. അതുപോലത്തെ കൊട്ടാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. പാർട്ടി മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ എയിം എന്താണ്, അല്ലെങ്കിൽ പുള്ളി അത് എന്ത് വെച്ചിട്ടാണ് ഇറക്കാനിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പടം ഇറങ്ങാണ്ട് തന്നെ പുള്ളി ഇപ്പോൾ അവിടുത്തെ CM ആണ്. അപ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ട ആ ഒരു വ്യക്തിനെ നമ്മൾ ആ ഒരു മൂവിയിൽ അതേ കണക്ക് ആ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോൾ നമുക്കത് വേറൊരു POVയിലായിരിക്കും നമ്മളത് കാണുന്നത്. ചിലപ്പം ജനുവരിയിൽ കണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു തലപതി മൂവി, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ അതൊരു ചീഫ് മിനിസ്റ്റർ മൂവിയാണ്. ഇത് നമുക്ക് കണക്ട് ആവുന്നതിനേക്കാളും കൂടുതൽ കണക്ട് ആവുന്നത് തമിഴ്നാട്ടുകാർക്കായിരിക്കും. നമ്മൾ അവരുടെ കൂടെ നിന്ന് കണ്ടാലേ കറക്റ്റായിട്ട് അതിലൊരു സംഭവം കിട്ടത്തുള്ളൂ. കാരണം അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. തമിഴ് മക്കളെ അതെങ്ങനെയാണ് അവരത് ഡീൽ ചെയ്യുന്നത് എന്നുള്ള സംഭവം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഇപ്പോൾ TV പോക്കിരിയൊക്കെ കണ്ടിട്ട് ആ കർച്ചീഫ് കയ്യിലൊക്കെ കെട്ടി, അതേപോലെ വേട്ടക്കാരനിൽ കർച്ചീഫ് തോളിലിട്ട് 2 ഷർട്ടൊക്കെ ഇട്ടിട്ട്, അതുപോലെയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ ആസ്വദിച്ചിട്ടുള്ളൊരു നടൻ വേറെ ഉണ്ടാവില്ല. എല്ലാ പടവും ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദത്തുപുത്രൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു വളർച്ച പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സ്റ്റാർഡം, ആ ഒരു സൂപ്പർ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. പുള്ളിയുടെ പടം ഉണ്ടല്ലോ, എനിക്ക് അത് ഒരുപാട് മിസ് ചെയ്യൂടെ. നമ്മളിനി അങ്ങോട്ട് പോകെ ഇനിയിപ്പോൾ ഒരു അടുത്ത 5 വർഷത്തേക്കും ചിലപ്പോൾ മൂവി ഉണ്ടായെന്ന് വരത്തില്ല, പക്ഷേ ഇനിയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം പുള്ളി വെക്കുന്ന ആ ഒരു ഓറ, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ്, അതിപ്പോൾ ആക്ഷൻ സീൻസിലായാലും ഡാൻസിലായാലും മാസ് ഡയലോഗ്സ് പറയുന്നതായാലും പുള്ളിയുടെ ക്യൂട്ട്നെസ്സിലായാലും, അതൊന്നും വേറൊരു ആക്ടറിനും ഇപ്പം നമ്മൾ രജനീകാന്തിൻ്റെയൊക്കെ ആയാലും കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിജയ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി, അതിനൊക്കെ ഒരു പ്രത്യേക ഓറയാണ് അതിനൊക്കെ. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ. അതിന് പടം എങ്ങനെയൊക്കെ പോയാലും ഫ്ലോപ്പ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ ആയാലും പുള്ളിയുടെ സീൻസ് എല്ലാം പക്കയായിരിക്കും, കിടിലുമായിരിക്കും. ഇപ്പോൾ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഭഗവന്ത് കേസരി എന്ന് പറയുന്ന സിനിമ കണ്ടില്ല. ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ പടം റീമേക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമയം തൊട്ടൊക്കെ വന്നതായതുകൊണ്ടാണ് പിന്നെയും ഞാനത് കാണാഞ്ഞത്. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനത്തെ സീൻസ് എല്ലാം ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭഗവന്ത് കേസരി ആ സാധനം ഞാൻ ആ ഒരു മൂവി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ബാലയുടെ മൂവീസൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ റീമേക്ക് വെച്ച് ഇപ്പം പറയുകയാണെങ്കിൽ ഗില്ലി റീമേക്കാണ്, പോക്കിരി റീമേക്കാണ്, നൻപൻ റീമേക്കാണ്, കാവലൻ റീമേക്കാണ്. പക്ഷേ നമ്മളെല്ലാം കണ്ടത് ഈ വിജയുടെ മൂവിയാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം റീമേക്കാണ്, പണ്ട് മഹേഷ് ബാബുവും അല്ലെങ്കിൽ പ്രഭാസും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമകളാണെന്ന്. പക്ഷേ അത് വിജയ് എടുത്ത് ചെയ്യുന്ന സമയത്ത് അത് വിജയുടേതായ ഒരു മൂവിയായി മാറും. അതിനകത്ത് പുള്ളിയുടെ മാനറിസം വരും, പുള്ളിയുടെ സ്റ്റൈല് വരും. അത് പിന്നീട് നമ്മൾ അതിൻ്റെ ഒറിജിനൽ എടുത്ത് കണ്ടാൽ പോലും നമുക്ക് ചിലപ്പോൾ വിജയുടെ മൂവി ആയിരിക്കും ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഭഗവന്ത് കേസരി കണ്ടില്ല. പക്ഷേ കണ്ടവരൊക്കെ പറയുന്നത് അതിൻ്റെ ഫ്രെയിം ബൈ ഫ്രെയിം ആയാലും ഡയലോഗ്സ് അടക്കം എല്ലാം സെയിം അത് തന്നെയാണെന്നുള്ളത്.
ഈ ജനനായകൻ. പക്ഷേ ഞാനത് കാണാത്തതുകൊണ്ട് തന്നെ എനിക്കിതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ വർക്കായി, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവസാനത്തെ കുറച്ച് സൈഫൈ സംഭവങ്ങൾ അതൊക്കെ കുറച്ച് ഷോക്കായിരുന്നു. ഇതിനകത്ത് ഒരുപാട് VFX വർക്കുകളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്നാൽ നല്ല ബോറാക്കിയിട്ടുമുണ്ട്. അഭിനയിച്ചവരെ പറ്റി പറയുകയാണെങ്കിൽ പൂജ ഹെഗ്ഡെ ഒരു സൈഡ് റോൾ ആയിരുന്നു നടി. അത് ആ ഒരു ഇതിന് വേണ്ടി തന്നെയാണ്. പ്രകാശ് രാജും ബോബി ഡിയോളും ഇവർ രണ്ടുപേരാണ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് പ്രകാശ് രാജിൻ്റെയൊക്കെ ചില പുള്ളിയുടെ റിയൽ ലൈഫിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ അഭിനയിക്കുന്നത് തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. അപ്പം അത് പുള്ളിയുടെ മാനേഴ്സും ആയാലും പുള്ളിയുടെ ആ ഒരു ചില സമയത്തെ ഡയലോഗുകളൊക്കെ ആയാലും എനിക്ക് നമ്മുടെ പഴയ പോക്കിരി മൂവിയിലെ അലിഭായിയുടെ ആ ഒരു സംഭവമൊക്കെ ഒന്ന് ഓർമ്മ വന്നു. കാരണം അതുപോലൊരു ഡോൺ അല്ലെങ്കിൽ അതുപോലൊരു ക്യാരക്ടറാണ് ഇതിൽ. അപ്പോൾ ഈ ഗില്ലി അല്ലെങ്കിൽ പോക്കിരിക്കകത്തൊക്കെ നമ്മൾ ചെല്ലവും അലീബായൊക്കെ ആയിട്ട് വന്ന ആൾ പിന്നീട് അത് വിജയുടെ കൂടെ തന്നെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു പുള്ളിയുടെ അതായത് സെക്കൻഡ് ഹാഫിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത് വിജയുടെ. ആ സീൻസിൽ ഉള്ള പ്രകാശ് രാജ് കിടിലമാണ്. അതിനകത്തല്ല പുള്ളിയുടെ വേറൊരു ടൈപ്പ് ഉണ്ട്, കുറച്ച് ലോക്കലായിട്ടുള്ള മാസമൊക്കെ കാണിക്കുന്ന ആ ഒരു രീതി. അത് പ്രകാശ് രാജ് അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാട്ടോ, തീപ്പൊരി സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ മറ്റേ മൂവി കാണാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിജയുടെ പക്ക മാസ് സീൻസ്, മറ്റേ പാട്ട് സീനൊക്കെ വന്നപ്പോൾ അടിച്ച് പൊളിച്ച് അങ്ങനത്തെ. എനിക്കാണെങ്കിൽ ഞാൻ പനിയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് എണീക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ പോയി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പക്കായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ പാട്ടുകളായാലും പിന്നീട് ഓരോ ക്യാരക്ടേഴ്സ്, പുള്ളിയുടെ ഇൻട്രോ സീൻസ്, ടൈറ്റിൽ കാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ടൈറ്റിൽ കാർഡൊക്കെ വേറൊരു ലെവലാക്കി ചെയ്ത് വെച്ചേക്കുന്നത്. മറ്റേ നമ്മുടെ അറിയാലോ ഈ സാധനം, അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേറെ ലെവൽ. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് വിജയുടെ ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. നമ്മൾ ട്രെയിലറിൽ അല്ലെങ്കിൽ ഒക്കെ ഫസ്റ്റ് മറ്റേ ഗ്ലിംസൊക്കെ ആയിട്ട് പ്രൊമോ ഒക്കെ ഇറക്കിയ സമയത്ത് കണ്ട സാധനമാണ്. പക്ഷെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നീട് റിയൽ ലൈഫിൽ, അതായത് പ്രസൻറ്റ് ടൈമിലൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സൈഫൈ സംഭവങ്ങളൊക്കെ വരുന്നത്. ബോബി ഡിയോളിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയുടെ തുടക്കം, പുള്ളി കാണിക്കുന്ന ഇൻട്രൊഡക്ഷൻ കുറച്ച് സീൻസൊക്കെ നൈസായിരുന്നു, കുറച്ച് മാസീവായിരുന്നു. പിന്നെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പുള്ളിയെ പറ്റി പ്രത്യേകിച്ച് പുള്ളിക്ക് അങ്ങനെ പറയത്തക്ക വലിയൊരു റോൾ തന്നെയാണെങ്കിൽ കൂടിയും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആ ഒരു വില്ലൻ റോളിന്. പിന്നെ പ്രിയാമണി ഉണ്ട് ഇതിൽ, പൂജ ഹെഗ്ഡെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡ് പോകുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ മമിത ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് വിജയുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ വിജയുടെ കൂടെ അഭിനയിക്കുന്ന ഒരു ഡ്രീമാണ്, പക്ക ഫാൻ ഗേളാണെന്നൊക്കെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ആ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം അതുപോലൊരു റോള് തന്നെ എന്ന് വെച്ചാൽ ഉടനീളം വിജയുടെ കൂടെയുണ്ട്. എന്നാൽ വിജയ് ഇപ്പോൾ ഒരു ആക്ടർ വന്ന് നിൽക്കുമ്പോൾ പലരും ഷാഡോ ആയി പോകാറുണ്ട്. പക്ഷേ ഇത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ളൊരു റോള്. അവസാനം ക്ലൈമാക്സൊക്കെ തൂക്കി. ഇത് അതേപോലെ ഫൈറ്റ് സീൻസൊക്കെ ആയാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഫൈറ്റ് സീൻസ് അതൊക്കെ അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു. പിന്നീട് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് മറ്റേ ഞാൻ പറഞ്ഞ പോലെ സൈഫൈ സംഭവങ്ങളൊക്കെ വന്നിട്ട് അത് കുറച്ച് ഷോക്കായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെതൊന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പക്ക പൊളിറ്റിക്കൽ, പുള്ളി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് അതിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഇറക്കാഞ്ഞതിനുള്ള ഒരു ആൻസർ തന്നെയാണ് ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം അതുപോലെ പൊളിറ്റിക്സാണ് പടം പറയുന്നത്. അവസാനം പഴയ സിനിമകളുടെയൊക്കെ വെച്ചിട്ടൊരു മറ്റേ പഴയ സിനിമകളുടെ സീൻസൊക്കെ വെച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ എൻജോയ് ചെയ്തതും അല്ലെങ്കിൽ ടി വിയിൽ കണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു വിജയുടെ മൂവീസിൻ്റെ സീൻസൊക്കെ വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീലാണ്. കാരണം നമുക്കിനി ഒരിക്കലും ഈ ഒരു ആളെ നമുക്കിനി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരിത്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പടം പറഞ്ഞല്ലോ ഫാൻസിന് വേണ്ടിയിട്ട്. പിന്നെ വുമൺ എംപവർമെൻറ്റ്, അതേപോലെ തന്നെ പൊളിറ്റിക്സ്. അപ്പോൾ ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്, ഗേൾസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പടമാണ്. പിന്നീട് പൊളിറ്റിക്സാണ്. ഇതാണ് പടം പറയുന്നത്. അത് എന്താണ് അവർ ഉദ്ദേശിച്ചത് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതൊരു പുതിയ മൂവി ആയതുകൊണ്ട്, അതായത് ഞാൻ മറ്റേ മൂവി കാണാത്തത് കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്ന അങ്ങനത്തെ ഉള്ള ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരിക്കും പടം. എന്നാൽ വിജയെ ആരാധിക്കുന്ന, വിജയനെ അങ്ങനെ കാണുന്ന ഒരാൾക്കാർക്ക് ഉറപ്പായിട്ടൊരു സെലിബ്രേഷൻ തന്നെയാണ് മൂവി. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് വീണ്ടും മൂവീസ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. മിസ് ചെയ്യൂടെ, അയാളുടെ മാനേഴ്സൊക്കെ ആയാലും ഒക്കെ മിസ് ചെയ്യും.
എനിവേ ഇത്രയും നാൾ നമ്മളെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇത് ഇന്ന് വരെ നമ്മളെ എൻ്റർടൈൻ ചെയ്ത് അയാൾക്ക് നല്ലൊരു ഫെയർവെൽ മൂവി, അയാളുടെ പടം ഫെയർവെൽ ആയിട്ടൊരു പടം, അതുപോലത്തെ ഒരു മാഷപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, അതുപോലൊരു പടം മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലൊരു പടം തന്നെയാണ് വേണ്ടത്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിവേ താങ്ക് യു വിജയ് തളപതി, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, നമ്മുടെ ചൈൽഡ്ഹുഡ് ഇത്രയും മനോഹരമാക്കി തന്നതിന് താങ്ക് യു.